നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാ വർക്കർമാരെ ചേർത്തു നിർത്തി കോർപ്പറേഷൻ ബജറ്റ്. 2000 രൂപ അധിക ഇൻസെന്റീവ്. പഴയ ബസ് സ്റ്റാൻഡ് മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ ആക്കും. ബഡ്ജറ്റിൽ പ്രതിഷേധവുമായി BJPയും LDFും കയ്യാങ്കളിയും ഉന്തും തള്ളും. സർവത്ര പ്ലാസ്റ്റിക് മയം. കിണറുകളിലും ലിപ്സ്റ്റിക്കുകളിലും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. അവബോധവുമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈപ്പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്തു. മാന്യമായ വേതനം നൽകണം. പ്രതിഷേധവുമായി KSEB തൊഴിലാളികൾ. കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കരാർ തൊഴിലാളികൾ പ്രതിഷേധിച്ചത് CITUവിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. ആശാ വർക്കർമാർക്ക് 2000 രൂപ ഇൻസെന്റീവ്. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി കണ്ണൂർ കോർപ്പറേഷൻ 2025-26 വർഷത്തെ ബജറ്റ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അവതരിപ്പിച്ചു. 504,91,24,548 രൂപ വരവും 504,41,44,666 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. 84,47,11,593 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രയോജനപ്പെടുത്തി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനെ 40 കോടി രൂപ ചെലവഴിച്ച് മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്ററാക്കി മാറ്റാനും ബഡ്ജറ്റിൽ തീരുമാനമായി. സ്പോർട്സ് കോംപ്ലക്സ് കേരളത്തിന്റെ ചർച്ചകളിൽ നിറയുന്നത് ലഹരിയും ആക്രമണവുമാണല്ലോ. കളിസ്ഥലങ്ങളുടെയും വിനോദ കേന്ദ്രങ്ങളുടെയും കുറവ് യുവജനങ്ങളെ മറ്റു പാതയിലേക്ക് തള്ളിവിടുന്നുണ്ടാകും. യുവജനം എന്ന സമ്പത്തിനെ നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും ഉയർച്ചയ്ക്കും ഏറെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അവരെ നാടിന്റെ സ്വത്താക്കി തീർക്കണം. നാടിന്റെ കായിക വികസനത്തിനായി പള്ളിയാമൂലയിൽ കോർപ്പറേഷന്റെ അധീനതയിലുള്ള 87 സെന്റ് സ്ഥലത്ത് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 20 ലക്ഷം രൂപ ലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ നാടും മാറേണ്ടതുണ്ട്. രാത്രികളെ പകലാക്കുക എന്നത് വർത്തമാനകാലത്ത് വെറും പ്രയോഗമല്ല, യാഥാർത്ഥ്യമാണ്. പ്രായലിംഗ ഭേദമന്യേ എല്ലാവർക്കും ഒത്തുചേരാനും ഷോപ്പിംഗ് നടത്തുവാനും ഒരു പൊതു ഇടം ഉണ്ടാകണം. മറ്റു പല നാടുകളിലെയും പോലെ നമ്മുടെ നാട്ടിലും സുരക്ഷിതമായ നൈറ്റ് ലൈഫ് എന്ന ആശയം മുൻനിർത്തി സൗത്ത് ബസാറിൽ കോർപ്പറേഷൻ സ്ഥലത്ത് നൈറ്റ് മാർക്കറ്റ് നിർമ്മിക്കും. ഇതിനായി 1 കോടി രൂപ. വ്യാപാര സമുച്ചയം മരക്കാർ കണ്ടി. കോർപ്പറേഷന്റെ ചെലവുകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് തനത് വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി പറ്റാവുന്ന രീതിയിൽ വരുമാന വർധനവുണ്ടാക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. ഇതിന്റെ ഭാഗമായി പടന്ന ഡിവിഷനിലെ മരക്കാർക്കണ്ടിയിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന വ്യാപാര താമസ സമുച്ചയം പണിയും. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തിക്കായി 1 കോടി രൂപ. ഭിന്നശേഷിക്കാർക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ സെന്റർ ആരംഭിക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് 4 കോടി രൂപയും ഹാപ്പി ഹോം സ്വയം പ്രഭ ഹോമുകൾക്ക് 2.5 കോടി രൂപയും ആനിമൽ ക്രിമിറ്റോറിയത്തിന് 65 ലക്ഷം രൂപയും ബാലസൗഹൃദ അംഗനവാടികൾക്കായി 1 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ വികസനത്തിന് 40 ലക്ഷം രൂപ നീക്കിവെച്ചു. മരക്കാർക്കണ്ടിയിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആശാ വർക്കർമാർക്ക് മാസത്തിൽ 2000 രൂപ ഓണറേറിയം നൽകാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ആശകൾക്ക് ആകാശം, അതിലൊരു തിരുത്തുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സമൂഹത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്ന സാഹചര്യത്തിൽ മാസത്തിൽ 2000 രൂപ വീതം ഇൻസെന്റീവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓൺ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതായിരിക്കും. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷ ബഹളം. BJPയുടെ കൗൺസിലർ ഷൈജു പ്ലക്കാർഡുമായി നടുത്തളത്തിൽ നിലയുറപ്പിച്ചതോടെ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് മാറി. മുൻ മേയറുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണമെന്ന് KK വിനോദ് കുമാർ പറഞ്ഞു. ആമുഖ സംഭാഷണം നടത്തുമ്പോൾ CPM കൗൺസിലർ T. രവീന്ദ്രനും സഹ കൗൺസിലർമാരും തടസ്സവാദവുമായി രംഗത്തെത്തി. അഴിമതി ഭരണത്തിന് നേതൃത്വം നൽകുന്ന മേയർ മുസ്ലിം മഠത്തിൽ രാജിവെക്കണമെന്ന് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. അഴിമതി കൂമ്പാരമായ ഭരണമാണ് UDFിൻ്റേത്. ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ സംസ്കരണ പദ്ധതിയിലെ ക്രമക്കേടിനെക്കുറിച്ച് CIG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പയ്യാമ്പലത്തെ പുലിമുട്ട്, ഷീ ലോഡ്ജ് എന്നിവയൊക്കെ 2024 ബജറ്റിലെ വാഗ്ദാനങ്ങളായിരുന്നുവെങ്കിലും നാടിന് സമർപ്പിക്കാൻ കഴിയാത്ത കഴിവുകെട്ട ഭരണസമിതിയാണ് ഭരിക്കുന്നതെന്നും വിനോദ് കുമാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അമൃത് പദ്ധതിയിലുള്ള
പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പല പദ്ധതികളിലും വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഭരണം നടത്തുന്ന ആളുകൾ കോടികൾ കട്ടുമുടിച്ചിരിക്കുന്നു. UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിലെ മുൻ മേയറായാലും ഇപ്പോഴത്തെ മേയറായാലും വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ഈ അഴിമതിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് BJP സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധം കൂടുതൽ വ്യാപകമാവേണ്ടതുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ സമയത്ത് BJP ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധ സമരത്തിന് നേതാക്കളായ UT ജയന്തൻ, അരുൺ കൈതപ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരത്തിന് കണ്ണൂരിലും ഐക്യദാർഢ്യം. മുണ്ടേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാ വർക്കർമാർ മാർച്ചും ധർണയും നടത്തി. ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുന്നതായും ഇവർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിനും നിരാഹാര സമരത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുണ്ടേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാ വർക്കർമാർ മുണ്ടേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. ആശാ വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ട ഓണറേറിയം മറ്റ് ആനുകൂല്യങ്ങളും നൽകി സമരമുഖത്തിരിക്കുന്ന ആശാ വർക്കർമാരുടെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നതായി ആശാ വർക്കർമാർ പറഞ്ഞു. ഒരു വ്യക്തിക്കോ ഒരു സംഘടനക്കോ വേണ്ടിയുള്ളതല്ല. കേരളത്തിലെ മുഴുവൻ ആശമാരുടെയും നമ്മുടെ ഇപ്പം ജീവിക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ഒരു സമരമാണ്. അപ്പോൾ അത് അഥവാ അനുവദിക്കപ്പെടുകയാണെങ്കിൽ എല്ലാ ആശമാർക്കും അതിൻ്റെ സൗകര്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുഭാവവും പിന്തുണയും നമ്മൾ പറയുന്നത്. ഇതിൽ വേറെ ആരും ഒരു കക്ഷി രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മൾ ആശമാർ മാത്രം. ഇതുവരെ ഇതിന് 62 വയസ്സ് വരെ ആണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. നമ്മൾ സർവീസിലിരിക്കുന്നത്. അപ്പോൾ അത് 63 വയസ്സിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാനും അതുപോലെ ഒരു പെൻഷൻ സൗകര്യം ചെയ്തു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും ശക്തമായിട്ട് സമരം നടത്തുന്നത്. VK സീത, K ശോഭന, K പ്രസീത തുടങ്ങിയവർ നേതൃത്വം നൽകി. K അനിത, വിനോദിനി, ഹരണി, ശ്രീനിവാസൻ, KV ജ്യോതി, K ശ്രീമണി, KS ഉഷ, K റീന തുടങ്ങിയവർ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഏറ്റവും നല്ല ബജറ്റാണ് അവതരിപ്പിച്ചത്. 55 കൗൺസിലർമാരും രാഷ്ട്രീയം മറന്ന് പ്രവർത്തിച്ചാൽ ഈ പദ്ധതികളെല്ലാം പ്രാവർത്തികമാവുകയുള്ളൂ എന്നും മേയർ പറഞ്ഞു. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഷീ ലോഡ്ജ് രാത്രി സമയങ്ങളിൽ കണ്ണൂരിലെത്തുന്ന സ്ത്രീകൾക്ക് ഏറെ അനുഗ്രഹമാണെന്നും മറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഡ്വക്കേറ്റ് P. ഇന്ദിര പറഞ്ഞു. പ്രതിഷേധം അത് ആളാവാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കറിയാലോ. ഈ ഒരു ബജറ്റ് നല്ല ഒരു ഹൈലൈറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ച് പറ്റണം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് ഷീ ലോഡ്ജ് പുലിമുട്ടിൽ അതൊക്കെ വൻ സക്സസ് ആണ്. ഷീ ലോഡ്ജ് ഇന്ന് മാസത്തിൽ 55,000 രൂപയാണ് കോർപ്പറേഷന് വരുമാനം വരുന്നത്. അത് നല്ല രീതിയിലല്ലാന്ന് അവരെ ബാച്ചിൽ അവരെ ഇതിൽ പോസ്റ്ററിൽ കണ്ടു. അപ്പോൾ അവരെ കാര്യങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പുലിമുട്ടിൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി അത് കോർപ്പറേഷൻ മാത്രമല്ല അത് ചെയ്തത് ആരാണെന്നറിയാലോ. അപ്പോൾ ആ തരത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഇത് കാർ പാർക്കിങ് അത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്. സർക്കാരിൻ്റെ എടുക്കുന്ന അനുമതി കിട്ടാൻ വൈകിയത് കൊണ്ടാണ് നമുക്കത് വൈകിപ്പോയത്. അല്ലാതെ കോർപ്പറേഷൻ്റെതായിട്ടുള്ള പങ്ക് അതിലില്ല. അപ്പോൾ അവർ പോസ്റ്റർ ഇട്ടത് മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ്. ഷീ ലോഡ്ജ് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർ ഇവിടെയുള്ള കൗൺസിലറോ BJPയുടെ ആളുകളോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ആ ഒരു സമരത്തിന് വന്നിട്ടുള്ളത്. അതിൻ്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഒരു പബ്ലിസിറ്റി നേടുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും അതിനെ കാണാനില്ല. അതിൽ വേറെ ഒരു അർത്ഥമില്ല അതിൽ. ഇനി ഒരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാ വർക്കർമാരെ ചേർത്ത് നിർത്തി കോർപ്പറേഷൻ ബജറ്റ്. 2000 രൂപ അധിക ഇൻസെന്റീവ്. പഴയ ബസ് സ്റ്റാൻഡ് മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ ആക്കും. ബഡ്ജറ്റിൽ പ്രതിഷേധവുമായി BJPയും LDFും കയ്യാങ്കളിയും ഉന്തും തള്ളും. സർവത്ര പ്ലാസ്റ്റിക് മയം. കിണറുകളിലും ലിപ്സ്റ്റിക്കുകളിലും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. അവബോധവുമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈപ്പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്തു. മാന്യമായ വേതനം നൽകണം. പ്രതിഷേധവുമായി KSEB തൊഴിലാളികൾ. കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കരാർ തൊഴിലാളികൾ പ്രതിഷേധിച്ചത് CITUവിന്റെ നേതൃത്വത്തിൽ.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വീണ്ടും വാർത്തയിലേക്ക്. കണ്ണൂർ നഗരത്തിൽ എമ്പുരാൻ റിലീസിംഗ് ആഘോഷമാക്കിയ ആരാധകർ. സവിത, സരിത, സമുദ്ര, സംഗീത എന്നീ തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന പടന്നപ്പാലത്തെ ഫിലിം സിറ്റിയിൽ ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് പ്രദർശനം നടന്നത്. മോഹൻലാലിൻ്റെ കട്ടൗട്ട്, ബാനറുകൾ ഉയർത്തിയും പടക്കം പൊട്ടിച്ചും ബാൻഡ് വാദ്യം മുഴക്കിയുമാണ് ആരാധകർ ഗ്ലോബൽ സിനിമയെ വരവേറ്റത്. പ്രതീക്ഷയ്ക്ക് ഉയർന്നിട്ടില്ല. ഇനി സെക്കൻഡ് ഹാഫ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ലാലേട്ടൻ്റെ ഗെറ്റപ്പൊക്കെ നന്നായിട്ടുണ്ട്. അത് തീപ്പൊരിയാണ്, സൂപ്പറാണ്. പൃഥ്വിരാജ് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള എമ്പുരാനെക്കുറിച്ച് ആദ്യ ഷോ കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകരും തകർപ്പനെന്നാണ് അഭിപ്രായപ്പെട്ടത്. ലാലേട്ടൻ പൊളിച്ചുവെന്നാണ് യുവ ഫാൻസുകാരുടെ അഭിപ്രായം. ലിബർട്ടി സിനിമാസിലും എമ്പുരാൻ രാവിലെ 9 മണി മുതൽ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ വിഭിന്ന അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നു. പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ലെന്നും പടത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഓളമൊന്നും പടം കണ്ടതിൽ നിന്ന് കിട്ടിയില്ലെന്നും ചിലർ പ്രതികരിച്ചു. അടിപൊളി പടം, അടിപൊളി, സൂപ്പർ. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇരിട്ടി കിളിയന്തറയിൽ വാഹനാപകടം, ഒരാൾക്ക് പരിക്ക്. ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് കർണാടക ഫോറസ്റ്റ് ഓഫീസർക്കാണ് പരിക്ക്. മാക്കൂട്ടം റേഞ്ച് ഓഫീസർ മാധവ ദൊഡ്ഡ ബുഗജിക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കർണാടക ഷിമോഗയിൽ നിന്നും മാക്കൂട്ടത്തേക്ക് വരുന്ന വഴിയാണ് അപകടം നടന്നത്. DFO സഞ്ചരിച്ച വാഹനം ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ അപകട സാധ്യതകളിൽ കുട്ടികളിൽ എത്തിക്കുന്നതിനായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കൈപ്പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് KC ജിഷ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന പ്രത്യേകതയുമുണ്ട്. അടുക്കളയിലെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകളും കിണർ വലയുമൊക്കെ അപകടകരമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരും വിദേശ സർവകലാശാലയിലെ വിദഗ്ധരുമാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പഠനം നടത്തിയത്. ബ്ലോക്ക് പരിധിയിലെ ആശാ വർക്കർമാർ നടത്തിയ ജനകീയ സർവേയിലെ വിവരങ്ങളും കുട്ടികൾക്ക് നൽകുന്ന പഠന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക് വസ്തുക്കളും മനുഷ്യ ശരീരത്തെ അപകടകരമായി ബാധിക്കുന്നുവെന്ന് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കിണറിലെ നൈലോൺ കയറും അടുക്കളയിലെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും കിണറുവലയും അപകടകരം തന്നെയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അടുക്കളയിൽ പാത്രം കഴുകുന്ന സ്ക്രബ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്, കിണറിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വലകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ വഴി പ്ലാസ്റ്റിക്കിന്റെ കണങ്ങളായ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നദികളിലും കടലിലും കൂടുന്നതുകൊണ്ട് മത്സ്യങ്ങൾ വഴി മനുഷ്യരിലെത്തുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് ഡോക്ടർ MK സതീഷ് കുമാർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ കൈപ്പുസ്തകം വാർത്താ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. അതോടൊപ്പം കുട്ടികളിലൂടെ നമ്മൾ ഇന്ന്, അതായത് 27-നാണ് ഈ പുസ്തകം കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം ഇന്ന് സ്കൂൾ അടക്കുകയാണ്. ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ കൈയൊഴിഞ്ഞ് അവരുടെ കയ്യിൽ പുതിയ പാഠപുസ്തകങ്ങളുടെ കൂടെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു പുസ്തകമാണിത്. അത് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും, എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്, എന്താണ് നാനോ പ്ലാസ്റ്റിക്, അതെങ്ങനെ എത്തുന്നു, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു നല്ല ഒരു പുസ്തകമാണ് നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്. തീർച്ചയായും അവരുടെ പരീക്ഷാ തിരക്കുകൾ കഴിഞ്ഞ് അവർ ഫ്രീ ആവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീമ കുഞ്ചാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കോർപ്പറേഷനിലെ അഴിമതി LDF സത്യാഗ്രഹം 4ാം ദിവസത്തിലേക്ക്. ഇന്ന് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി PP ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്, ഈ ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കത്തിലെ അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷന് മുമ്പിൽ LDF ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന സമരം 4ാം ദിനത്തിലേക്ക് കടന്നു. LDF ചേലോറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 4ാം ദിവസത്തെ സത്യാഗ്രഹം നടത്തിയത്. വെള്ളോര രാജൻ, N പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
കണ്ണൂർ ജില്ലാ KMCC റംസാൻ കാരുണ്യ സംഗമം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സേവനം നൽകിയ 100 ഉമ്മമാരെ സംഗമത്തിൽ വെച്ച് ആദരിച്ചു. കണ്ണൂർ ബാഫക്കി തങ്ങൾ സൗദത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞിട്ട് 1.5 പതിറ്റാണ്ടോട് അടുക്കുകയാണ്. പക്ഷെ ഇന്നും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിൽ ഇപ്പോഴും നിരന്തരം ഓർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പേരിലുള്ള ഡയാലിസിസ് സെന്ററുകൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി വന്ന വൈത്തുറഹ്മകൾ, അടച്ചുറപ്പോടുകൂടി ഒരു വീട് അവരുടെയും സ്വപ്നമാണ്. വലിയ ആർഭാടങ്ങളുള്ള വീടുകളൊക്കെ ഉള്ള ഈ കാലത്ത് സ്വന്തം ഒരു കൂരയില്ലാത്ത നൊമ്പരങ്ങളുമായി കഴിയുന്ന കുടുംബങ്ങൾ, അവരെ തേടിപ്പിടിച്ചാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകളിലുള്ള ബൈത്തുറഹ്മകൾ, അനുഗ്രഹീത ഭവനങ്ങൾ നമ്മൾ സമ്മാനിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിന്റെ താക്കോൽ ദാനമോ അല്ലെങ്കിൽ അതിന്റെ തറക്കല്ലിടലോ കട്ടല വെക്കലോ ഒക്കെ ആയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സയ്യിദ് മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KT സഹദുള്ള, റഹ്ദാദ് മൂഴിക്കര, മഹമ്മൂദ് കാട്ടൂർ, P. സാജിദ ടീച്ചർ, റുമൈസ റഫീഖ്, നസീർ പുറത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. KSEBയിലെ കരാർ തൊഴിലാളികളോട് മാനേജ്മെന്റ് കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ തെക്കി ബസാറിൽ വൈദ്യുതി ഭവന് മുന്നിൽ ധർണ നടത്തി. KSEB കരാർ തൊഴിലാളി അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മാന്യമായ വേതനം നൽകുക, കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, PSC ലിസ്റ്റിലുള്ള കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSEB കരാർ തൊഴിലാളി അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ഇവിടെ അതല്ല. അതുകൊണ്ട് തന്നെ പിരിഞ്ഞവരെ പുനർനിയമിക്കുമ്പോൾ അവർക്ക് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ 850 രൂപയും അതേ ജോലി ഫീൽഡിൽ ചെയ്യുന്ന മറ്റുള്ളവർക്ക് 650 രൂപയും എന്ന് പറയുന്നത് വിവേചനമാണ്. ആ വിവേചനം അവസാനിപ്പിക്കണം. ഇവിടെയാണെങ്കിൽ ഫീൽഡിലും ഓഫീസിലും കഴിഞ്ഞ 8 വർഷത്തിലേറെ കാലമായി ജോലി ചെയ്യുന്നവർക്ക് വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. അത് 8 വർഷം മുമ്പ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വേതനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് നാനാ മേഖലയിൽ വേതന വർധനവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അതില്ല. ഉദ്ഘാടന ചടങ്ങിൽ K. ദേവകുമാർ അധ്യക്ഷത വഹിച്ചു. KK കൃഷ്ണൻ, M. ലതീഷ്, A. സമീർ, VP ഉദയകുമാർ, KV ഷൈജു, P. അമൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലാട് മാർക്കറ്റിൽ നിന്നും 1 ക്വിന്റലിലധികം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് ആവരണമുള്ള 13,000 പേപ്പർ കപ്പുകളും പിടിച്ചെടുത്തു. ടൗണിൽ പ്രവർത്തിക്കുന്ന ഫാദിൽ ട്രേഡേഴ്സിന് 10,000 രൂപ പിഴ ചുമത്തി. ചാലാട് ടൗണിൽ നിരോധിത ക്യാരി ബാഗുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്കെത്തിയത്. കോർപ്പറേഷൻ പരിധിയിലെ ചാലാട് മാർക്കറ്റിൽ നിന്നുമാണ് 1 ക്വിന്റലിലധികം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് ആവരണമുള്ള 13,000 പേപ്പർ കപ്പുകളും പിടിച്ചെടുത്തത്. ചാലാട് മാർക്കറ്റിൽ നിരോധിത ക്യാരി ബാഗുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത്. ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫാദിൽ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഒളിപ്പിച്ചുവെച്ച നിലയിലായിരുന്നു 104 കിലോ നിരോധിത ക്യാരി ബാഗുകൾ സ്ക്വാഡ് കണ്ടെടുത്തത്. തുടർ പരിശോധനയിൽ സ്ഥാപനത്തിന്റെ മുകളിലെത്തിയ നിലയിൽ നിന്നും 2 കാർട്ടണുകളിലായി 13,000 പേപ്പർ കപ്പുകളും കണ്ടെത്തി. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ M. ലജി, KR അജയ്കുമാർ, ഷെരീഖുൽ അൻസാർ, കോർപ്പറേഷൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രദീപ്, ജയമോഹൻ, ഹംസ എന്നിവരും പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,195, പവന് 65,560 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ആശാ വർക്കർമാരെ ചേർത്ത് നിർത്തി കോർപ്പറേഷൻ ബജറ്റ്. 2,000 രൂപ അധിക ഇൻസെന്റീവ്. പഴയ ബസ് സ്റ്റാൻഡ് മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്റർ ആക്കും. ബഡ്ജറ്റിൽ പ്രതിഷേധവുമായി BJPയും LDFും കയ്യാങ്കളിയും ഉന്തും തള്ളും.
സർവത്ര പ്ലാസ്റ്റിക് മയം, കിണറുകളിലും ലിപ്സ്റ്റിക്കുകളിലും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. അവബോധവുമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈപ്പുസ്തകം സ്കൂളുകളിൽ വിതരണം ചെയ്തു. മാന്യമായ വേതനം നൽകണം. പ്രതിഷേധവുമായി KSEB തൊഴിലാളികൾ. കൂലി നിശ്ചയിക്കാതെ ജോലി അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കരാർ തൊഴിലാളികൾ പ്രതിഷേധിച്ചത് CITUവിന്റെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.